ഇന്ത്യയിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കുരങ്ങ് വിഭാഗമാണ് റീസസ് മക്കാക്ക്. ജനവാസ മേഖലകളിൽ കൂടുതലായി കാണപ്പെടുന്ന ഇവ മനുഷ്യരുമായി ഏറ്റവും നന്നായി ഇണങ്ങുന്നതും അതേ അളവിൽ മനുഷ്യരെ ഉപദ്രവിക്കുന്നവയുമാണ്. എണ്ണത്തിൽ കൂടുതലുണ്ട് എന്നതിനാൽ തന്നെ ഇവ സംരക്ഷിത വിഭാഗത്തിൽപ്പെടുന്നവയല്ല. ഇക്കാരണത്താൽ തന്നെ ഇവയ്ക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ വലിയ നടപടികളൊന്നും ഉണ്ടാകാറുമില്ല. എന്നാൽ ഇപ്പോൾ റീസസ് മക്കാക്ക് വിഭാഗത്തിലെ കുരങ്ങുകളെ സംരക്ഷിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെടുകയാണ് രാജ്യത്തെ വിവിധ സുവോളജിസ്റ്റുകൾ. എണ്ണത്തിൽ കൂടുതലുണ്ടെന്ന് കരുതി ഇവയ്ക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചാൽ അത് പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയെ തന്നെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാജ്യത്ത് ഏറ്റവും അധികം കാണപ്പെടുന്ന കുരങ്ങ് വിഭാഗമാണ് റീസസ് മക്കാക്ക്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ വടക്കൻ, മധ്യ, വടക്ക് കിഴക്കൻ മേഖലകളിലെല്ലാം ഇവയെ കാണപ്പെടാറുണ്ട്. ജനവാസ മേഖലകളിലും വനപ്രദേശങ്ങളിലും ഇവ ഒരുപോലെ ഉണ്ടാകാറുണ്ട്. അതിനാൽ തന്നെ മനുഷ്യരുമായുള്ള സഹവാസവും ഏറ്റവും അധികമുള്ള കുരങ്ങ് വിഭാഗമാണിവ. ഇക്കാരണത്താൽ തന്നെ രാജ്യത്ത് ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്ന കുരങ്ങ് വിഭാഗങ്ങളിൽ ഒന്നുകൂടിയാണ് റീസസ് മക്കാക്ക്. എണ്ണത്തിൽ കൂടുതലാണ് എന്നതിനാൽ തന്നെ ഇവയെ ഇതുവരെ സംരക്ഷിത വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ തന്നെ ഇവയ്ക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിൽ കാര്യമായ നിയമ നടപടികളൊന്നും ഉണ്ടാകാറുമില്ല. പലപ്പോഴും കേസുകൾ പോലും എടുക്കാറില്ല. ഈ സാഹചര്യത്തിലാണ് ഇവ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യവുമായി സുവോളജിസ്റ്റുകൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾ വർദ്ധിച്ചാൽ കേരളത്തിലെ ബോണറ്റ് മക്കാക്ക് ഇനം കുരങ്ങുകളുടെ കാര്യത്തിലുണ്ടായ പ്രതിസന്ധി റീസസ് മക്കാക്കിനും വരുമെന്നാണ് സുവോളജിസ്റ്റുകൾ പറയുന്നത്. കേരളത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന കുരങ്ങ് വിഭാഗമാണ് ബോണറ്റ് മക്കാക്ക്. വനങ്ങളോട് ചേർന്നുള്ള റോഡരികുകളിലും ജനവാസ മേഖലകളിലും വ്യാപകമായി കാണപ്പെട്ടിരുന്ന ഇവയെ ഏതെങ്കിലും സംരക്ഷിത ഇനങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരുന്നില്ല. ജനവാസ മേഖലകളിൽ വ്യാപകമായി കാണപ്പെട്ടതിനാൽ തന്നെ മനുഷ്യരുടെ കടന്നുകയറ്റം ഇവയ്ക്കെതിരെ വ്യാപകമായുണ്ടായി. തൽഫലമായി ഇന്ന് കേരളത്തിൽ ഈ ഇനം കുരങ്ങുകളുടെ എണ്ണം അപകടകരമാം വിധത്തിൽ കുറഞ്ഞിരിക്കുന്നതായാണ് കണക്കുകൾ പറയുന്നത്. നിലവിൽ രാജ്യത്ത് വംശനാശ ഭീഷണി നേരിടുന്ന ഇനമായി ബോണറ്റ് മക്കാക്ക് കുരങ്ങുകൾ മാറുകയും ചെയ്തു. റീസസ് മക്കാക്ക് കുരങ്ങുകളുടെ കാര്യത്തിലും ഇത് സംഭവിക്കുമെന്നാണ് സുവോളജിസ്റ്റുകൾ ആശങ്ക രേഖപ്പെടുത്തുന്നത്. ചില സംസ്ഥാനങ്ങളിൽ റീസസ് മക്കാക്ക് ഇനത്തിൽപ്പെട്ട കുരങ്ങുകൾക്ക് നേരെയുള്ള ആക്രമണം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് മൈസൂർ സർവകലാശാലയിലെ പ്രൈമറ്റോളജിസ്റ്റ് പ്രൊഫസർ മേവാ സിംഗ് പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നതിനാൽ ഇവ മനുഷ്യരുമായി സംഘർഷത്തിലേർപ്പെടുന്നത് സ്വാഭാവികമാണ്. അതിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ നിലവിൽ റീസസ് മക്കാക്കുകൾ എണ്ണത്തിൽ കുറവാണെന്നും എപ്പോഴും ജനങ്ങൾക്കിടയിൽ കാണുന്നതിനാലാണ് ഇവ വലിയ തോതിൽ രാജ്യത്തുണ്ട് എന്ന തോന്നലുണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. റീസസ് മക്കാക്കുകളുടെ കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലാത്തതിനാൽ തന്നെ ഇപ്പോൾ എത്ര എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 2 ഉൾപ്പെടുത്താത്തതിനാൽ തന്നെ റീസസ് മക്കാക്കുകളുടെ കാര്യത്തിൽ നടപടിയെടുക്കുന്നതിന് വനംവകുപ്പിന് പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ വിദഗ്ധരുടെ നിരന്തര ഇടപെടലിനെ തുടർന്ന് റീസസ് മക്കാക്കുകളുടെ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ഷെഡ്യൂൾ 2 ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇവയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇവ കാണപ്പെടുന്ന മേഖലകളെ വനം, വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങൾ, ജനവാസ നഗരങ്ങൾ എന്നിങ്ങനെ 3 സോണുകളായി തരംതിരിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്നവയെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും അതിനായി പ്രൈമറ്റോളജിസ്റ്റുകളുടെയും വെറ്ററിനറി വിദഗ്ധരുടെയും സേവനം സ്വീകരിക്കണമെന്നും അഭിപ്രായങ്ങളുണ്ട്. പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി കാണുന്നത് വിത്തുകളുടെ വിതരണമാണ്. സ്വാഭാവിക വിത്ത് വിതരണത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന ജീവികളാണ് ഇത്തരം കുരങ്ങുകൾ. ഇവ കാണപ്പെടുന്ന മേഖലകളിൽ മറ്റുള്ള മേഖലകളെ അപേക്ഷിച്ച് സ്വാഭാവിക വനത്തിന്റെയും പരിസ്ഥിതിയുടെയും വ്യാപനം അതിവേഗം നടക്കുന്നുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ റീസസ് മക്കാക്ക് കുരങ്ങുകളുടെ എണ്ണം കുറയുന്നത് പരിസ്ഥിതി പുനഃസ്ഥാപനത്തിന് വലിയ വെല്ലുവിളിയാകുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു.